അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമുള്ള വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കൽ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ഹമാസ് പ്രതിനിധി സംഘം ഈജിപ്തിലെത്തും. ഈജിപ്തിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ സുഗമമായി നടന്നാൽ ബന്ദികളെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒക്ടോബർ 5-നോ 6-നോ ആയിരിക്കും ചർച്ചകൾ നടക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി പ്രകാരമുള്ള വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കൽ കരാറുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ചർച്ചകൾ ഈജിപ്തിൽ നടക്കും. ചർച്ചകൾക്കായി ഹമാസ് പ്രതിനിധി സംഘം ഇന്ന് രാത്രി കെയ്റോയിൽ എത്തുമെന്നാണ് സൂചന. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിരിക്കും ചർച്ചകൾ നടക്കുക. ഹമാസ്, ഇസ്രായേൽ പ്രതിനിധികൾ, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, മരുമകൻ ജാരഡ് കുഷ്നർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും ചർച്ചകൾ. കരാർ ആസൂത്രണം ചെയ്തതുപോലെ മുന്നോട്ടു പോകുന്നു ഉറപ്പാക്കാനുള്ള അമേരിക്കയുടെ ദൃഢനിശ്ചയമാണ് ചർച്ചകളിലെ അമേരിക്കൻ സാന്നിധ്യമെന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈജിപ്തിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ സുഗമമായി നടന്നാൽ ബന്ദികളെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കാനുള്ള നീക്കത്തെ ഇസ്രായേൽ വലിയ നേട്ടമായാണ് കാണുന്നത്. ഗാസ മുനമ്പിൽ നിന്ന് സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്ന 2 വർഷമായുള്ള ഹമാസിന്റെ ആവശ്യത്തിന് വഴങ്ങാതെ തന്നെ എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരാനാകുമെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ട്രംപിന്റെ നിർദ്ദേശത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഇസ്രായേൽ ഗാസയിൽ നിന്ന് താൽക്കാലികമായി പിന്മാറും. എന്നാൽ ബന്ദികളും മോചിതരാകുമ്പോഴും ഗാസയുടെ മിക്ക ഭാഗങ്ങളിലും IDF വിന്യസിക്കപ്പെടും. ട്രംപിന്റെ നിരന്തരമായ സമ്മർദ്ദം മൂലവും ഇസ്രായേൽ ഗാസ മുഴുവൻ പിടിച്ചെടുക്കാൻ നീങ്ങുമെന്ന് ഭയന്ന അറബ് ലോകത്തിൽ നിന്നുള്ള സമ്മർദ്ദം മൂലവും കഴിഞ്ഞ മാസം ഖത്തറിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണവുമാണ് കരാറിന് സമ്മതിക്കാൻ ഹമാസ് ഭീകരരെ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.